ഗുഡ് മോർണിംഗ്. ബ്രില്യൻസ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. NAO സോഷ്യോളജിയുടെ 29ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മേജർ സോഷ്യൽ പ്രോബ്ലംസ് ഇൻ ഇന്ത്യ എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട സാമൂഹിക പ്രശ്നങ്ങൾ, ഇന്ത്യയുടെ പ്രധാനപ്പെട്ട സാമൂഹിക പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഓരോ സമൂഹവും അല്ലേ കാലത്തിനനുസരിച്ച് എന്തായിക്കൊണ്ടിരിക്കുന്നുണ്ട്, മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. ഇങ്ങനെ സമൂഹം മാറുന്നതിനനുസരിച്ച് പഴയത് മാറി പുതിയതിലേക്ക് വരുന്നതിനനുസരിച്ച് നമ്മൾ അഭിമുഖീകരിക്കുന്ന, നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസും വളരെ വലുതാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം സ്വാതന്ത്ര്യം നേടി ഒരുപാട് കാലം കഴിഞ്ഞിട്ടും ഇപ്പോഴും ഇന്ത്യൻ ഇക്കോണമി എന്ന് പറയുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മുടെ ഇന്ത്യൻ ഇക്കോണമി ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാം, നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലേ. എന്തൊക്കെ പ്രശ്നങ്ങളുള്ളത്? പ്രധാനപ്പെട്ട ഏറ്റവും വലിയൊരു പ്രശ്നമാണ് എന്ത് എന്ന് പറയുന്നത്? പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, ജനസംഖ്യാ വിസ്ഫോടനം, കറപ്ഷൻ അല്ലേ, അഴിമതി, പിന്നെ നമുക്ക് പറയാം പോവർട്ടി, ദാരിദ്ര്യം അല്ലേ. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ത്യ ഇന്നും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ വലിയ പ്രശ്നങ്ങളാണ്. അത്തരം പ്രശ്നങ്ങളെ പറ്റി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത്, ഈ ഒരു ചാപ്റ്റർ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയുടെ ലിറ്ററസി സിറ്റുവേഷൻ ഇൻ ഇന്ത്യ. അപ്പോൾ നമുക്കറിയാം നിരക്ഷരത അല്ലേ. ലിറ്ററസി മീൻസ് സാക്ഷരത, ഇല്ലിറ്ററസി നിരക്ഷരത. എന്താണ് നിരക്ഷരത? ഇന്ത്യ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് എന്ത് എന്ന് പറയുന്നത്? നിരക്ഷരത എന്ന് പറയുന്നത് അല്ലേ. അപ്പം നിരക്ഷരതയെ പറ്റി പറയുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പറയാം, എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് നിരക്ഷരതയെ പറ്റി പറയാം. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് സാക്ഷരത എന്ന് അറിയണം അല്ലേ. എന്താണ് ലിറ്ററസി അല്ലെങ്കിൽ എന്താണ് സാക്ഷരത എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ നോക്കിയേ, ലിറ്ററസി ഈസ് ദ എബിലിറ്റി ടു റീഡ്, റൈറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് എനി ലാംഗ്വേജ് ആൻഡ് ഇല്ലിറ്ററസി ഈസ് ദി ഇൻഎബിലിറ്റി ടു ഡു സോ. അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഷ സ്വന്തമായി വായിക്കാനും അല്ലേ എഴുതാനും മനസ്സിലാക്കാനുമുള്ള കഴിവാണ് എന്ത് എന്ന് പറയുന്നത്? സാക്ഷരത എന്ന് പറയുന്നത്, ലിറ്ററസി എന്ന് പറയുന്നത്. ഇതൊന്നുമില്ലാത്ത ഏതെങ്കിലും ഒരു ഭാഷ എഴുതാനോ വായിക്കാനോ മനസ്സിലാക്കാനോ കഴിവില്ലാത്ത അവസ്ഥയ്ക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇല്ലിറ്ററസി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഇല്ലിറ്ററസി എന്താണ്, ലിറ്ററസി എന്താന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ സാക്ഷരത എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ എന്ത് ചെയ്യുന്നു, ഒരു വ്യക്തിക്ക് നല്ല കഴിവുകൾ നേടിയെടുക്കാനും അതോടൊപ്പം തന്നെ അവരുടെ ലൈഫ് എന്താണ്, ബെറ്റർ ലൈഫിലേക്ക് അല്ലെങ്കിൽ മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? സാക്ഷരത ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്നാൽ നിരക്ഷരത എന്ന് പറയുന്നത് അല്ലേ, അതെന്താണ്? അതൊരു അജ്ഞതയാണ് അല്ലേ. അതെന്താണ്? ഒരു അറിവില്ലായ്മയാണ്. നമുക്ക് പറയാം അതൊരു അജ്ഞതയാണ്. നിരക്ഷരത എന്ന് പറയുന്നത് നമ്മുടെ ആധുനിക സമൂഹത്തിന് എന്താണ്? അതൊരു ശാപമായിട്ട് നമുക്ക് വേണേൽ കരുതാം അല്ലേ. കാരണം എന്താ? അതൊരു അറിവില്ലായ്മയാണ് അല്ലേ. പിന്നെ നമുക്ക് പറയാം എന്താണ്? അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ അല്ലേ, തെറ്റായ ചിന്തയിലേക്കും പ്രവൃത്തിയിലേക്കും ഒക്കെ കൊണ്ടെത്തിക്കുന്ന ഒരു പ്രോസസ്സാണ് ഏത് എന്ന് പറയുന്നത്? നിരക്ഷരത എന്ന് പറയുന്നത്. നിരക്ഷരനായിട്ടുള്ള ഒരാൾക്ക് വികസനത്തിൻ്റെ ആവശ്യം എന്താണ്, നമ്മുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ അല്ലേ, ഒരു രാജ്യം വികസിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് മനസ്സിലാക്കാൻ പോലും അവരെ കൊണ്ട് കഴിയുന്നില്ല. അതേപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ഉണ്ട് അല്ലേ, പലതരത്തിലുള്ള ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഉണ്ട്. ആ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസിലേക്കൊന്നും പങ്കാളികളാവാനോ അതേപോലെ തന്നെ അതിൻ്റെ പ്രയോജനങ്ങളൊന്നും നേടിയെടുക്കാനോ ഒന്നും ആരെ കൊണ്ട് കഴിയില്ല? നിരക്ഷരനായിട്ടുള്ള അല്ലെങ്കിൽ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള പേഴ്സൺസിന് സാധിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർത്ത് വെക്കണം. 2001 സെൻസസ് പ്രകാരം ആസ് പെർ 2001 സെൻസസ് റിപ്പോർട്ട് ഓൺലി 65% ഓഫ് ദ പോപ്പുലേഷൻ ഇൻ ഇന്ത്യ ഇസ് ലിറ്ററേറ്റ്. 2001 സെൻസസ് പ്രകാരം 65% ജനസംഖ്യയുടെ 65% മാത്രമേ എന്തുള്ളൂ? സാക്ഷരത നേടിയിട്ടുള്ള ആളുകൾ ഉള്ളൂ. ബാക്കിയുള്ള ആളുകളൊക്കെ എന്താണ്? ബാക്കിയുള്ള ആളുകൾ എന്ന് പറയുന്നത് ബാക്കി 35%-ഓളം ആളുകളും ആരാണ്? നിരക്ഷരരായിട്ടുള്ള ആളുകളാണ്. അപ്പം നോക്കിയേ, 2001 സെൻസസ് പ്രകാരം ഇവിടെ കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇയർ 1951 മെയിൽ ആൻഡ് ഫീമെയിൽ. അപ്പോൾ ഇയർ 1951 24.90 അല്ലേ. മെയിലിൻ്റെ ലിറ്ററസി റേറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 24.90. ഫീമെയിൽ 7.90. ഇൻ 2001 പേഴ്സൺസ് റേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മെയിൽ ലിറ്ററസി റേറ്റ് 75.85%, ഫീമെയിൽ ലിറ്ററസി റേറ്റ് 54.16%. In 2011 male literacy rate 82.14, female literacy rate 65.4
0.46 ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ ഇന്ത്യയിൽ സാക്ഷരതാ നിരക്ക് എന്തായിക്കൊണ്ടിരിക്കുന്നുണ്ട്? ഇന്ത്യയിൽ സാക്ഷരതാ നിരക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? കേരള ഈസ് ദി മോസ്റ്റ് ലിറ്ററേറ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ കേരളമാണ് എന്ത് ചെയ്യുന്നത്? മുൻപന്തിയിൽ നിൽക്കുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഏതാണ്? ബീഹാർ ആണ്. അത് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതാണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനിലൊക്കെ ചോദിക്കും. ഏതാണ്? കേരള ഈസ് ദി മോസ്റ്റ് ലിറ്ററേറ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. അതേപോലെ ലോവസ്റ്റ് റേറ്റിൽ നിൽക്കുന്നത് ഏതാണ്? ബീഹാർ ആണെന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കേണ്ടതാണ്. ഇനി എന്തൊക്കെയാണ് ഈ കോസസ്? ലിറ്ററസിക്ക് കാരണമാകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ലിറ്ററസി അല്ല, സോറി, ഇല്ലിറ്ററസിക്ക് കാരണമാകുന്ന നിരക്ഷരത അല്ലേ? നിരക്ഷരതയ്ക്ക് കാരണമാകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? കോസസ്. അപ്പോൾ നോക്കിയേ, പോവർട്ടി, ഹൈ പോപ്പുലേഷൻ ഗ്രോത്ത്, ലാക്ക് ഓഫ് അവയർനെസ് ആൻഡ് ഇംപ്രോപ്പർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് എഡ്യൂക്കേഷണൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. ഇതൊക്കെ എന്തിന് കാരണമാകുന്നുണ്ട്? ഇല്ലിറ്ററസിക്ക് കാരണമാകുന്നുണ്ട് അല്ലേ? ദാരിദ്ര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇൻക്രീസിങ് പോപ്പുലേഷൻ, വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ അല്ലേ? ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് ഇല്ലിറ്ററസിയും വർദ്ധിക്കുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ്? ലാക്ക് ഓഫ് അവയർനെസ്, വിദ്യാഭ്യാസത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണം എന്താണെന്ന് മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് കഴിവില്ലാത്തതും എന്താണ്? ഇല്ലിറ്ററസി വർദ്ധിക്കാനുള്ള കാരണമാവുന്നുണ്ട്. പിന്നെന്താണ്? ഇംപ്രോപ്പർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് എഡ്യൂക്കേഷണൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം അല്ലേ? ഗവൺമെൻറ് കൊണ്ടുവരുന്ന ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്, ആ ഒരു ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ഒക്കെ അതിൻ്റെ നടത്തിപ്പും കാര്യങ്ങളൊന്നും ശരിയായ രീതിയിൽ നടക്കാത്തതും എന്തിന് കാരണമാവുന്നുണ്ട്? ഇല്ലിറ്ററസിക്കുള്ള കാരണങ്ങളാണ്. അപ്പോൾ ആദ്യത്തെ ഇന്ത്യ ഫേസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നമ്മൾ പഠിച്ചു, ഇല്ലിറ്ററസി, നിരക്ഷരത അല്ലേ? എന്താണ് നിരക്ഷരത? നിരക്ഷരതയ്ക്ക് കാരണമാകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യയിലുള്ള ലിറ്ററസി റേറ്റ് എങ്ങനെയുള്ളതാണെന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, ഇന്ത്യ ഫേസ് ചെയ്യുന്ന അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് പ്രോബ്ലം എന്ന് പറയുന്നതാണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. നെക്സ്റ്റ് പ്രോബ്ലം ആണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. എന്താ എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം മലയാളത്തിൽ വിസ്ഫോടനം അല്ലേ? സ്ഫോടനം. അപ്പോൾ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനസംഖ്യാ വിസ്ഫോടനം എന്നാണ് മലയാളം. അപ്പോൾ ജനസംഖ്യാ വിസ്ഫോടനം കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത് ഇൻക്രീസിങ് പോപ്പുലേഷൻ അല്ല നമ്മൾ പറയുന്നത് അല്ലേ? അപ്പോൾ ജനസംഖ്യ എന്താവാണ്? വർദ്ധിക്കുകയാണ് അല്ലേ? അതായത് നിയന്ത്രണാതീതമായിട്ടുള്ള, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത നിയന്ത്രണാതീതമായ ജനസംഖ്യാ വളർച്ചയ്ക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത്. പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഈസ് ദി റാപ്പിഡ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ അല്ലേ? പെട്ടെന്നുള്ള വളർച്ച, നിയന്ത്രണാതീതമായ വളർച്ചയാണ് എന്ത് എന്ന് പറയുന്നത്? പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ? അതായത് അടിസ്ഥാനപരമായിട്ട് ജനനനിരക്കും മരണനിരക്കും, ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ് അല്ലേ? ജനനനിരക്കും മരണനിരക്കും തമ്മിലുള്ള വ്യത്യാസമാണ് എന്ത് എന്ന് പറയുന്നത്? റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പറയാം, അക്കോർഡിംഗ് ടു എക്സ്പേർട്സിൻ്റെ അഭിപ്രായത്തിൽ, ചില എക്സ്പേർട്ടുകളുടെ അഭിപ്രായത്തിൽ എന്താണ്? ഓരോ രാജ്യവും ജനസംഖ്യാ പരിവർത്തനത്തിൻ്റെ 3 സ്റ്റേജിലൂടെ കടന്നു പോകുന്നുണ്ട്. ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ്റെ 3 സ്റ്റേജിലൂടെയാണ് ഓരോ രാജ്യവും കടന്നു പോകുന്നതെന്നാണ് എക്സ്പേർട്ടുകൾ അഭിപ്രായപ്പെടുന്നത്. ആ 3 സ്റ്റേജസ് ഏതൊക്കെയാണ്? അപ്പോൾ 3 സ്റ്റേജസ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കണം. ആ 3 സ്റ്റേജസ് എന്നുള്ളത് നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. 3 സ്റ്റേജസിലൂടെയാണ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ പാസ് ചെയ്ത് പോകുന്നതെന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക. അതിൽ ഫസ്റ്റ് സ്റ്റേജിൻ്റെ പ്രത്യേകത, ആൻഡ് ദി ഫസ്റ്റ് സ്റ്റേജ് ബോത്ത് ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ് ആർ ഹൈ. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേജിൻ്റെ പ്രത്യേകത എന്താ? ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും എന്താണ്? ഹൈ ആണ് അല്ലേ? ജനനനിരക്കും കൂടുതലാണ്, ഒപ്പം തന്നെ എന്താണ്? മരണനിരക്കും കൂടുതലാണ്. ഒന്നാമത്തെ സ്റ്റേജിൻ്റെ പ്രത്യേകത. ഇനി എന്താണ് അത് ഏത് സ്റ്റേജിലായിരിക്കും? അത് ഏത് കൺട്രിയിലായിരിക്കും? അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് അല്ലേ? അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിലാണ് ബർത്ത് റേറ്റും കൂടുതൽ, ഡെത്ത് റേറ്റും കൂടുതൽ. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്, in the second stage birth rate remains high while there is a decline in the death rate. അപ്പോൾ ബർത്ത് റേറ്റ് എങ്ങനെ? ബർത്ത് റേറ്റ് ഒന്നാമത്തെ സ്റ്റേജിലുള്ള പോലെ തന്നെ എന്താണ്? ബർത്ത് റേറ്റ് കൂടുതലും ഡെത്ത് റേറ്റ് എന്താണ്? കുറവുമാണ് രണ്ടാമത്തെ സ്റ്റേജ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേജിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? രണ്ടാമത്തെ സ്റ്റേജ് അത് ഏത് കൺട്രീസിലായിരിക്കും ഉള്ളത്? ഡെവലപ്പിംഗ് കൺട്രീസ്. രണ്ടാമത്തത് ഡെവലപ്പിംഗ് കൺട്രീസിലാണ്. ഇനി മൂന്നാമത്തെ സ്റ്റേജിൻ്റെ പ്രത്യേകത, ഇൻ ദി തേർഡ് സ്റ്റേജ്
ബർത്ത് റേറ്റ് ഓൾസോ ഡിക്ലൈൻസ് സിഗ്നിഫിക്കൻ്റ്ലി. അപ്പോൾ നമുക്ക് പറയാം ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും കുറയുന്ന സ്റ്റേജാണ് ഏത് എന്ന് പറയുന്നത്? മൂന്നാമത്തെ സ്റ്റേജ് അല്ലേ? ഏതാണ് മൂന്നാമത്തെ സ്റ്റേജ്? ഡെവലപ്ഡ് കൺട്രീസ്. അങ്ങനെ 3 സ്റ്റേജിലൂടെ ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ എന്ന് പറയുന്നത് 3 സ്റ്റേജസിലൂടെയാണ് പാസ് ചെയ്തു പോകുന്നത്. ഒന്നാമത്തെ സ്റ്റേജിന്റെ പ്രത്യേകത ബർത്ത് റേറ്റും കൂടുതലാണ്, ഒപ്പം തന്നെ എന്താണ്? ഡെത്ത് റേറ്റും കൂടുതലാണ്. രണ്ടാമത്തെ സ്റ്റേജിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബർത്ത് റേറ്റ് കൂടുതൽ അല്ലേ? ഫസ്റ്റ് സ്റ്റേജിലുള്ള പോലെ തന്നെ ബർത്ത് റേറ്റ് കൂടുതൽ, ഡെത്ത് റേറ്റ് കുറവാണ്. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും കുറവുള്ള സ്റ്റേജാണ് ഏത് എന്ന് പറയുന്നത്? മൂന്നാമത്തെ സ്റ്റേജ്. അങ്ങനെ ഈ 3 സ്റ്റേജസിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ജനസംഖ്യ 3 സ്റ്റേജസിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അത് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ എന്ന് പറയുന്നത് നമ്മൾ കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ, കറക്റ്റായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് പല കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ പല പ്രശ്നങ്ങളിലേക്കും നയിക്കുന്നുണ്ട് അല്ലേ? എന്തൊക്കെ പ്രശ്നങ്ങളിലേക്കാണ് നയിക്കുന്നത്? അപ്പോൾ പ്രധാനമായിട്ട് നമുക്കറിയാം പോപ്പുലേഷൻ വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? തൊഴിലില്ലായ്മ അല്ലേ? ആളുകൾക്കിടയിൽ തൊഴിലുണ്ടാവില്ല, തൊഴിലില്ലായ്മ വർദ്ധിക്കും, അൺഎംപ്ലോയ്മെന്റ് കൂടും. പിന്നെ അതേപോലെ എന്താണ്? പോവേർട്ടി അല്ലെങ്കിൽ ദാരിദ്ര്യം കൂടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ മറ്റൊന്ന് നമുക്ക് പറയാം അർബനൈസേഷൻ അല്ലേ? എന്താണ്? നഗരവൽക്കരണത്തിന്റെ വർധനവ്. പിന്നെ വേറെ എന്തൊക്കെ കാര്യങ്ങൾ പറയാം? ഇൽനെസ് അല്ലേ? പിന്നെ നമുക്ക് പറയാം ഒരുപാട് രോഗങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ എന്താണ്? ലാക്ക് ഓഫ് ഷെൽട്ടർ അല്ലേ? എല്ലാവർക്കും വേണ്ടത്ര രീതിയിലുള്ള ഷെൽട്ടറും കാര്യങ്ങളും ഉണ്ടാവില്ല, ബേസിക് നീഡ്സ് തന്നെ നമുക്ക് ഉണ്ടാവാതിരിക്കുന്ന ഒരു അവസ്ഥ വരും. പിന്നെ എന്താണ്? ഇൻക്രീസിങ് വയലൻസ് ആൻഡ് ക്രൈം അല്ലേ? പിന്നെ എന്ത് വർദ്ധിക്കാനുള്ളത്? വയലൻസ്, ക്രൈം, ഇതൊക്കെ വർദ്ധിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ നമുക്ക് പറയാം നമ്മുടെ ലിവിങ് സ്റ്റാൻഡേർഡ് അതെങ്ങോട്ടേക്ക് പോകും? നമ്മുടെ ജീവിത നിലവാരം എന്ന് പറയുന്നത് താഴേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പോപ്പുലേഷൻ ശരിയായ രീതിയിൽ കൺട്രോൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പം നമുക്കറിയാം ലോക ജനസംഖ്യയിൽ ഏറ്റവും മുൻപന്തിയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമായിരുന്നു ഏത് എന്ന് പറയുന്നത്? പോപ്പുലേഷൻ്റെ കാര്യത്തിൽ ചൈനയായിരുന്നു അല്ലേ? 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. എന്നാൽ ഇപ്പോൾ അത് മാറിയിട്ട് ഫസ്റ്റ് പൊസിഷനിലേക്ക് ആര് വന്നിട്ടുണ്ട്? ഇന്ത്യ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഓർത്ത് വെക്കേണ്ടതാണ്. ഇതാണ് രണ്ടാമത്തെ ഫാക്ടർ. നമ്മുടെ ഇന്ത്യ ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഏത് എന്ന് പറയുന്നത്? പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. നെക്സ്റ്റ് തേർഡ് വൺ, കറപ്ഷൻ അല്ലേ? കറപ്ഷൻ അല്ലെങ്കിൽ അഴിമതി. എന്താ ഈ അഴിമതി? നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് അല്ലേ? കറപ്ഷൻ അല്ലെങ്കിൽ അഴിമതി എന്ന് പറയുന്നത് നമ്മൾ പല മേഖലകളിലും കേൾക്കുന്ന ഒരു വാക്കാണ് ഏതെന്ന് പറയുന്നത്? കറപ്ഷൻ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ എന്താണ് ഈ കറപ്ഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഇപ്പം നമുക്ക് പറയാം പണത്തിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിനോ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? സത്യസന്ധമല്ലാത്തതും അതേപോലെ തന്നെ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കറപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കറപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണത്തിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങൾക്കോ അല്ലേ മറ്റെന്തെങ്കിലും ആവശ്യത്തിനോ ഒക്കെ വേണ്ടിയിട്ട് സത്യസന്ധമല്ലാത്തതും അല്ലേ പിന്നെന്താണ് നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കറപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ മേഖലകളിലും എന്തുണ്ട്? അഴിമതി ഉണ്ട് അല്ലേ? അഴിമതി ഇല്ലാത്തൊരു മേഖല എന്ന് പറയുന്നതല്ല. ഏതൊരു മേഖല എടുത്ത് നോക്കുകയാണെങ്കിലും ആ മേഖലകളിലൊക്കെ തന്നെ എന്തുണ്ട്? കറപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് അഴിമതിയുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അഴിമതി സംഭവിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു മോഡേൺ സൊസൈറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാറ്റസ് ഡിറ്റർമിൻ ചെയ്യുന്ന അല്ലേ നമ്മുടെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ നമ്മുടെ പദവി ഡിറ്റർമിൻ ചെയ്യുന്നത് എന്താണ്? പണമാണ് അല്ലേ? പണം ഉണ്ടെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ എന്തുണ്ട്? സ്റ്റാറ്റസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ എന്ത് ചെയ്യുന്നു? പണം സമ്പാദിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സ്റ്റാറ്റസ് നിലനിർത്താൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? അഴിമതി ചെയ്യാൻ നിർബന്ധിതരാവാറുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വീട് വയ്ക്കാം, വലിയ വീടുകൾ വെക്കാൻ വേണ്ടിയിട്ട് അല്ലേ? ആഡംബരമായ ജീവിതം, ലക്ഷൂറിയസ് ലൈഫ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പിന്നെന്താണ്? ആഡംബരമായിട്ടുള്ള വിവാഹങ്ങൾ അല്ലേ? മക്കളുടെയൊക്കെ വിവാഹം, ഒരുപാട് ഡൗറിയും കാര്യങ്ങളും സ്ത്രീധനങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടുള്ള വിവാഹം. പിന്നെ അതേപോലെ കുട്ടികളുടെ പഠന ആവശ്യങ്ങൾ അല്ലേ? ഹയർ സ്റ്റഡീസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, വിദേശത്തേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് അല്ലേ? പുറത്ത് പോയൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? കറപ്ഷൻ അല്ലെങ്കിൽ അഴിമതി ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കണം. നെക്സ്റ്റ് നമുക്ക് പറയാം ഈ ഒരു കറപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ ധാർമ്മികമായ ഘടനയ്ക്ക് എന്താണ് ഈ കറപ്ഷൻ എന്ന് പറയുന്നത്? വളരെ വലിയൊരു ഭീഷണിയാണ് അല്ലേ? നമ്മുടെ സൊസൈറ്റിക്ക് എന്തുണ്ട്? ഒരു സ്ട്രക്ചർ ഉണ്ട്. നമ്മുടെ ധാർമ്മികമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ധാർമ്മികമായിട്ടുള്ള ഒരു സ്ട്രക്ചറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ സൊസൈറ്റി നിലനിൽക്കുന്നത്. അപ്പോൾ അതിന് വലിയൊരു ഭീഷണിയാണ് എന്ത് എന്ന് പറയുന്നത്? ഈ ഒരു കറപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അഴിമതി തടയുന്നതിന് വേണ്ടി നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് ഒരുപാട് സംവിധാനങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട സംവിധാനങ്ങൾ എന്ന് പറയുന്നത്? അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് പ്രധാനപ്പെട്ട ഒരുപാട് സംവിധാനങ്ങൾ അഴിമതി തടയാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്തെന്ന് പറയുന്നത്? പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് 1988,
സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, നെക്സ്റ്റ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. ഇതൊക്കെ എന്താണ്? അഴിമതി തടയുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള സംവിധാനങ്ങളാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു കാര്യം നമുക്ക് നോക്കുന്ന സമയത്ത് അഴിമതി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഒരു ജീവിത രീതി പോലെ ആയിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ എന്താണ്? അഴിമതി ഇല്ലാത്തൊരു മേഖലയില്ല. രാഷ്ട്രീയമായിട്ടും സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ഏതൊരു കാര്യം എടുത്ത് അല്ലെങ്കിൽ ഏതൊരു സെക്ടർ എടുത്ത് നോക്കുകയാണെങ്കിലും ആ സെക്ടറിലൊക്കെ എന്തുണ്ട്? അഴിമതി കാണപ്പെടുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇത്രയാണ് എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ടുള്ള കറപ്ഷൻ അല്ലെങ്കിൽ അഴിമതി. ഇത്രയും ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്? നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മറ്റൊരു ഫാക്ടർ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നമാണ് ഏത് എന്ന് പറയുന്നത്? പോവർട്ടി അല്ലെങ്കിൽ ദാരിദ്ര്യം. എന്താണ് ഈ ദാരിദ്ര്യം? എങ്ങനെ നമുക്ക് ദാരിദ്ര്യത്തിനെ ഡിഫൈൻ ചെയ്യാം? ദാരിദ്ര്യം എന്താണ് അല്ലെങ്കിൽ പോവർട്ടിയെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? അപ്പോൾ നമുക്ക് പറയാം, poverty is a condition of individual in which his income is so low that he is unable to feed or provide shelter for himself and his family members. അല്ലേ? അപ്പോൾ എന്താണ് പോവർട്ടി എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ സമ്പാദ്യം അല്ലേ, ഒരു വ്യക്തിക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് അവനും അവൻ്റെ കുടുംബത്തിനും അല്ലേ അടിസ്ഥാന ആവശ്യങ്ങൾ നേടിയെടുക്കാൻ പോലും തികയാത്ത അവസ്ഥയ്ക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? പോവർട്ടി എന്ന് പറയുന്നത് അല്ലേ? ഒരു വ്യക്തിക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് അവൻ്റെ നിത്യ ആവശ്യങ്ങൾ കഴിക്കുന്നതിനും തികയുന്നില്ല, അതുപോലെ തന്നെ അവൻ്റെ കുടുംബത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് പോലും സാധിക്കാതെ വരുന്ന ഒരവസ്ഥയ്ക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? പോവർട്ടി അല്ലെങ്കിൽ ദാരിദ്ര്യം എന്ന് പറയുന്നത്. അപ്പം മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ, സാധാരണ ഒരു മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ നമുക്ക് എങ്ങനെ പറയാം? ഫ്രം ദി ഹ്യൂമൻ പോയിന്റ് ഓഫ് വ്യൂ, പോവർട്ടി ഈസ് ഡിനയൽ ഓഫ് ലോങ്ജിവിറ്റി, നോളജ് ആൻഡ് ഡീസൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഒരു മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ അല്ലേ ദാരിദ്ര്യം എന്നത് ദീർഘായുസ്, അതേപോലെ അറിവ്, മാന്യമായിട്ടുള്ളൊരു ജീവിതം, ഇതൊക്കെ നിഷേധിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ദാരിദ്ര്യം എന്ന് പറയുന്നതും കൂടി നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ? അപ്പം ഇന്ത്യയിൽ ജനസംഖ്യയുടെ വലിയൊരു ഭാഗം എന്താണ്? ഇപ്പോഴും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ് കഴിയുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മൾ പറഞ്ഞല്ലേ ഇന്ത്യ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഏത് എന്ന് പറയുന്നത്? പോവർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള ദാരിദ്ര്യത്തിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. നെക്സ്റ്റ് നമുക്ക് പറയാം ഈ പോവർട്ടിക്ക് കാരണമാകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന്. നമ്മൾ പറയാം ദാരിദ്ര്യത്തിന് കാരണമാകുന്ന ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കും, എന്തെല്ലാം ഘടകങ്ങളാണ് ദാരിദ്ര്യത്തിന് കാരണമാകുന്നത്. അപ്പോൾ നമുക്ക് പറയുന്ന സമയത്ത് നമുക്ക് പറയാം അതെങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ തരംതിരിച്ചുകൊണ്ട് പറയാവുന്നതാണ്. നമുക്ക് ഫസ്റ്റ് വൺ പറയാം പൊളിറ്റിക്കൽ കോസസ് സോഷ്യൽ കോസസ് അല്ലെങ്കിൽ സാമൂഹ്യ കാരണങ്ങൾ. മറ്റൊരു കോസസ് ആണ് എന്തെന്ന് പറയുന്നത്? പൊളിറ്റിക്കൽ കോസസ് അല്ലേ? പൊളിറ്റിക്കൽ കോസസ്, സോഷ്യൽ കോസസ്, പിന്നെന്താണ് റിലീജിയസ് കോസസ്, നാച്ചുറൽ കലാമിറ്റീസ്, പിന്നെ ഇല്ലിറ്ററസി, അതേപോലെ എന്താണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ അല്ലെങ്കിൽ ഇൻക്രീസിങ് പോപ്പുലേഷൻ. ഇതൊക്കെ എന്തിന് കാരണമാകുന്ന ഘടകങ്ങളാണ്? ദാരിദ്ര്യത്തിന് കാരണമാകുന്ന ഘടകങ്ങളാണ്. അപ്പോൾ ഈ പോവർട്ടി എന്നുള്ള കാര്യത്തിൽ പോവർട്ടി എന്താണ്? ഡിഫൈൻ പോവർട്ടി, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പോവർട്ടി അല്ലേ? എന്തൊക്കെ ഫാക്ടറാണ് പോവർട്ടി എഫക്റ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യമൊക്കെ പരീക്ഷയ്ക്ക് സാധാരണ ചോദിച്ച് വന്ന് കണ്ടിട്ടുള്ളൊരു ഭാഗമാണ്. അതുകൊണ്ട് പോവർട്ടിക്ക് കാരണമാകുന്ന ഘടകങ്ങൾ എന്താണെന്നുള്ള കാര്യം കൂടി നിങ്ങൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് ഏത് എന്ന് പറയുന്നത്? സാമൂഹികമായ ഘടകങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ ഫാക്ടേഴ്സ്. അപ്പോൾ നമുക്ക് പറയാം നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിൽ പട്ടികജാതി അല്ലേ, പട്ടികവർഗം, SC ST, ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്, അതേപോലെ OBC അതർ ബാക്ക്വേർഡ് കാസ്റ്റ് അല്ലേ, ഇത്തരത്തിലുള്ള ആളുകൾ സമൂഹത്തിൽ താഴ്ന്ന ജോലികൾ ചെയ്ത് ജീവിക്കുന്നവരാണ്. നമ്മൾ ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെ ചാപ്റ്ററൊക്കെ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞതാണ് ഇത്തരത്തിലുള്ള ആളുകൾ കാസ്റ്റൊക്കെ പഠിക്കുന്ന സമയത്ത് അല്ലേ, ഇത്തരത്തിലുള്ള ആളുകൾ സമൂഹത്തിൽ ഏറ്റവും താഴ്ന്ന ജോലികൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ അധ്വാനത്തിന് എന്ത് കിട്ടുന്നില്ല? വേണ്ടത്ര രീതിയിലുള്ള വേതനം അല്ലെങ്കിൽ വേജസ് കിട്ടുന്നില്ല, ശരിയായ രീതിയിലുള്ള ശമ്പളവും കാര്യങ്ങളൊന്നും ഇവർക്ക് കിട്ടുന്നില്ല. അത് എന്തിലേക്ക് നയിക്കുന്നുണ്ട്? ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. മറ്റൊരു കോസസ് ആണ് എന്ത് എന്ന് പറയുന്നത്? പൊളിറ്റിക്കൽ കോസസ് അല്ലെങ്കിൽ രാഷ്ട്രീയ കാരണങ്ങൾ. അപ്പോൾ രാഷ്ട്രീയ കാരണത്തിൽ നമുക്ക് പറയാം ആദ്യകാല ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള നയങ്ങൾ എന്ന് പറയുന്നത് അല്ലേ, ഇന്ത്യയിൽ ഉണ്ടായിരുന്ന അതായത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റൊക്കെ ബ്രിട്ടീഷുകാരൊക്കെ ഇന്ത്യയിൽ ഭരിക്കുന്ന സമയത്ത് ആദ്യകാല ഇന്ത്യയിൽ ഉണ്ടായിരുന്ന നയങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങളെ ഒരുപാട് ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട് അല്ലേ. അതെങ്ങനെയാണ് അവരെ ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കാം? ഇപ്പം നമുക്ക് പറയാം വലിയ വ്യവസായങ്ങൾ അല്ലേ, വലിയ വലിയ വ്യവസായങ്ങളൊക്കെ വന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ കുടിൽ വ്യവസായങ്ങൾ അല്ലെങ്കിൽ ചെറുകിട വ്യവസായങ്ങളൊക്കെ എന്തായിട്ടുണ്ട്? തകർന്നു പോയിട്ടുണ്ട് അല്ലേ. അപ്പോൾ വലിയ വ്യവസായങ്ങളുടെ വളർച്ച എന്ന് പറയുന്നത് ചെറിയ വ്യവസായങ്ങളൊക്കെ പൂർണ്ണമായിട്ടും തളർത്തിയിട്ടുണ്ട്. അതേപോലെ വിദ്യാഭ്യാസം ഉള്ളവർക്ക് പോലും എന്തില്ല? തൊഴിലില്ലാത്തൊരവസ്ഥ
അല്ലേ? ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് പോലും എന്തില്ല, തൊഴിൽ ലഭിക്കാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, തൊഴിലവസരങ്ങൾ ലഭിച്ചിരുന്നില്ല. പിന്നെ അതേപോലെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നും നഗരപ്രദേശങ്ങളിലേക്കുള്ള മാറ്റം, അല്ലേ? മൈഗ്രേഷൻ്റെ ഭാഗമായിട്ട് എവിടെ നിന്നാണ് ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ എന്ത് ചെയ്യുന്നു, കൂട്ടത്തോടു കൂടി നഗരപ്രദേശങ്ങളിലേക്കൊക്കെ പോകുന്നത് സ്ലം ഏരിയാസ്, അല്ലേ? ചേരി പ്രദേശങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്നതിന് കാരണമായിട്ടുണ്ട്. ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷനൊക്കെ വർദ്ധിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്തിന് കാരണമാണ്? പോവേർട്ടി വർദ്ധിക്കാനുള്ള പൊളിറ്റിക്കൽ കോസസ് ആണെന്നുള്ള കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് റിലീജിയസ് കോസസ്, മതപരമായിട്ടുള്ള ഘടകങ്ങൾ. അപ്പം മതപരമായിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം, അല്ലേ? നമുക്കറിയാം ഇന്ത്യയിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ആചാരങ്ങളും ഒരുപാട് വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലേ? നമ്മൾ ആഘോഷങ്ങളും അതേപോലെ തന്നെ എന്താണ് നമ്മുടെ ചടങ്ങുകളും ഒക്കെ എന്താണ് വ്യത്യസ്ത രീതിയിലുള്ളതാണ്, അല്ലേ? അപ്പോൾ ആർഭാടമായിട്ടുള്ള ആഘോഷങ്ങൾ, ആർഭാടമായിട്ടുള്ള ചടങ്ങുകൾ, ഇതിനൊക്കെ വേണ്ടി നമ്മൾ ഒരുപാട് പണം എന്താകുന്നുണ്ട്, വെറുതെ ആവശ്യമില്ലാതെ നമ്മൾ ചിലവാക്കുന്നുണ്ട്. അപ്പോൾ അതും ഒരു പരിധി വരെ എന്തിലേക്ക് എത്തിക്കും, നമ്മളെ ദാരിദ്ര്യത്തിലേക്ക് എത്തിക്കുന്ന ഘടകങ്ങളാണ്. അതൊക്കെ നമുക്ക് റിലീജിയസ് കോസസ് ആയിട്ട് പറയാവുന്നതാണ്. മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്? മറ്റൊരു പ്രശ്നം പ്രകൃതി ദുരന്തങ്ങൾ, നാച്ചുറൽ കലാമിറ്റീസ് എന്തിന് കാരണമാകുന്നു? ദാരിദ്ര്യത്തിന് കാരണമാകുന്നു. ഫ്ലഡ്, അല്ലേ? പിന്നെന്താണ്? ഫാമിൻ, എർത്ത്ക്വേക്ക്, അതേപോലെ തന്നെ എന്താണ് ഇതേപോലുള്ള കൊടുങ്കാറ്റുകൾ, അല്ലേ? വെള്ളപ്പൊക്കം, ക്ഷാമം, ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ എന്തിലേക്ക് എത്തിക്കുന്നുണ്ട്? ദാരിദ്ര്യത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു എക്സാമ്പിൾ നമുക്ക് പറയാം, വാർ, അല്ലേ? യുദ്ധം. ഇതൊക്കെ എന്തിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങളാണ്? നമ്മളെ ദാരിദ്ര്യത്തിലേക്ക് എത്തിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. നെക്സ്റ്റ് വൺ, ഇല്ലിറ്ററസി. ഇല്ലിറ്ററസിയെ പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയി ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു, അല്ലേ? നിരക്ഷരത എന്താ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒരു വ്യക്തിക്ക് എന്താണ് ഏതെങ്കിലും ഒരു ഭാഷ എഴുതാനോ വായിക്കാനോ മനസ്സിലാക്കാനോ ഉള്ള കഴിവ് ഇല്ലാത്തതിനെ നമ്മൾ എന്ത് പറയുന്നത്? ഇല്ലിറ്ററസി എന്ന് പറയുന്നത്. അപ്പം ഇല്ലിറ്ററേറ്റ് ഉള്ള ആളുകൾ ഒരുപാട് ഇന്ത്യയിൽ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തില്ല, ശരിയായിട്ടുള്ള തൊഴിലവസരങ്ങൾ, അല്ലേ? തൊഴിലവസരങ്ങൾ ലഭിക്കുന്നില്ല. തൊഴിലവസരങ്ങൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ശരിയായി അവർക്ക് വേതനവും ലഭിക്കുന്നില്ല. അപ്പോൾ അതും ദാരിദ്ര്യത്തിനുള്ള ഒരു കാരണമാണ്. നെക്സ്റ്റ് വൺ, ജനസംഖ്യാ വർധനവ്, അല്ലേ? വർദ്ധിച്ച ജനസംഖ്യ. ഇന്ത്യയെ പോലുള്ള ഒരു വികസ്വര രാജ്യത്ത് ദാരിദ്ര്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് എന്ത് എന്ന് പറയുന്നത്? ജനസംഖ്യാ വർധനവ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പം നമുക്ക് പറയാം, നമുക്ക് ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നേടിയെടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. എന്ത് വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ? നമ്മുടെ ജനസംഖ്യ വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ ബേസിക് നീഡ്സ്, അല്ലേ? നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നേടിയെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. അതിനാണല്ലോ നമ്മൾ എന്ത് പറയുന്നത്? പോവർട്ടി അല്ലെങ്കിൽ ദാരിദ്ര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് എന്ത് എന്ന് പറയുന്നത്? ജനസംഖ്യാ വർധനവ് അല്ലെങ്കിൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് എന്ത് നമ്മളെ പോവർട്ടിക്ക് കാരണമാകുന്ന ഘടകങ്ങൾ. വളരെ സിമ്പിളായിട്ടുള്ള വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കുക. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്? എന്താണ് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത്? മേജർ സോഷ്യൽ പ്രോബ്ലംസ് ആണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ പറഞ്ഞു, അല്ലേ? ഇല്ലിറ്ററസി, അല്ലേ? പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, കറപ്ഷൻ, അതേപോലെ തന്നെ എന്താണ് ലാസ്റ്റ് വൺ, പോവർട്ടി. ഇത്രയും കാര്യങ്ങളായിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചാപ്റ്റർ ആയിട്ടുണ്ട്. ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.